എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഡുവിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. അത് തയ്യാറാക്കാൻ എന്തെല്ലാം വേണമെന്ന് നമുക്ക് നോക്കാം. കടലമാവ് 1/2 കപ്പ്, പഞ്ചസാര പൊടിച്ചത് 1/2 കപ്പ്, ഏലക്കാപ്പൊടി 1 സ്പൂൺ, നെയ്യ് 1/4 കപ്പ്, മുന്തിരി ആവശ്യത്തിന്, പച്ചകർപ്പൂരം 1 നുള്ള്. ഇനി നമുക്ക് ഇതെല്ലാം വെച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കടലമാവ് ഒന്ന് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ ഇത് ഒരു അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കുകയാണ്. നമുക്കിത് ഒന്ന് വറുത്തെടുക്കണം. അതായത് നന്നായിട്ടൊന്ന് കളർ മാറൊന്നും വേണ്ട, പക്ഷേ ആ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത മണം വരുന്നത് വരയ്ക്കും നമുക്ക് നന്നായി വറുത്തെടുക്കണം. അപ്പോൾ ആ വറുത്തെടുക്കുമ്പോൾ ഇതിൽ കട്ടകൾ ഉണ്ടാവാൻ പാടില്ല. അതിനായിട്ടാണ് ഞാനിത് നന്നായിട്ട് അരിച്ചെടുക്കുന്നത്. ഇനി അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാനിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പാൻ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് അരിച്ചു വെച്ചിട്ടുള്ള കടലമാവ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം, തീ നന്നായി കുറച്ച് വേണ്ടത് ചെയ്യാൻ. ഇതൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒരു നല്ല മൂത്ത മണം വരുന്നത് വരയ്ക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ബൂന്തി ലഡു അല്ല ഉണ്ടാക്കണത്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സാധാ ലഡുവാണ്. പക്ഷെ എന്നാലും നല്ല പെർഫെക്റ്റ് ടേസ്റ്റാണ് ഇതിന്. അപ്പം നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കുറച്ച് അളവാണ് ഇപ്പോൾ എടുത്ത് കാണിക്കുന്നത്. അത് ഇപ്പം നമുക്ക് ഒരുപാട് സ്വീറ്റ്സ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കാരണമാണ് ഞാൻ കുറച്ച് എടുത്തിരിക്കുന്നത്. നമുക്കിത് പെട്ടെന്ന് തന്നെ വേഗം ഇത് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. ഇതൊന്നും വറുത്തെടുക്കേണ്ട ഒരു സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് വേഗം വറുത്തെടുക്കാം. കടലമാവ് അങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട്. മൂത്ത നല്ല മണം വരുന്നുണ്ട്, കണ്ടു. ഈ കളർ ആവണ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്തിടാം. അതിനുശേഷം നമുക്ക് ഇത് ഒന്ന് ചൂടാറണം. ഓഫ് ചെയ്തിട്ട് ഒരിക്കലും അടുപ്പുമ്പോൾ തന്നെ വെക്കരുത്. അപ്പോൾ അടുപ്പുമ്പത്തെ ചൂടുകൊണ്ട് പിന്നെയും അത് കളർ മാറും, അത് കരിഞ്ഞൊരു ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും ഓഫ് ചെയ്തിട്ട് അടുപ്പൊന്ന് വെക്കരുത്. അടുപ്പൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. കടലമാവ് വറുത്തത് ഒരു ജാറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഞ്ചസാര പൊടിച്ചതും ആഡ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത്. എനിക്കത് അത്രയ്ക്കും ആവശ്യം വന്നിട്ടുണ്ട്. നിങ്ങൾ മധുരത്തിനനുസരിച്ച് അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ പഞ്ചസാര ഞാൻ ഇത്തിരി കൂടുതൽ ഇതിൽ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് എപ്പോഴും പൊടിക്കേണ്ട ഒരു ആവശ്യം വരാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്യേണ്ടത്. നിങ്ങൾക്കും അങ്ങനെ ചെയ്താൽ നല്ലതാണ്. പഞ്ചസാര ഇട്ട് വെക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ പഞ്ചസാര പൊടിയും അടച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് 1 നുള്ള് പച്ചകർപ്പൂരം ആഡ് ചെയ്യാം. അത് ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർക്ക് ചെയ്താൽ മതി. എനിക്ക് ആ പച്ചകർപ്പൂരത്തിൻ്റെ മണം ഒത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്കിത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ജാറിലേക്ക് നമുക്ക് 1/4 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ മുന്നേ തന്നെ മുന്തിരി വറുത്ത് റെഡിയാക്കി വെച്ചിരുന്നു. അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതും ആഡ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് മുന്തിരി ആഡ് ചെയ്യാണ്. അതുപോലെ തന്നെ സ്വല്പം കളറും ഞാൻ ചേർത്തിട്ടുണ്ട്. അത് അതിനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നിർബന്ധമില്ല. ഫോട്ടോ എടുക്കുമ്പോൾ ഒരു നല്ലൊരു കളർ വരാൻ വേണ്ടി മാത്രമാണ് ഞാനിതിലേക്ക് 1 നുള്ള് കളർ പൊടി ചേർത്തിരിക്കുന്നത്. ഇനി നെയ്യ്, അതായത് നല്ല ചൂടുള്ള നെയ്യ് വേണം ഇതിലേക്ക് ഒഴിക്കാൻ. തിളച്ച നെയ്യല്ലെങ്കിലും അത്യാവശ്യം ചൂട് വേണം. അതായത് 1/4 കപ്പ് നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്കത് അത്രയ്ക്കും ആവശ്യം വന്നിട്ടുണ്ട്. ഇത് നെയ്യ് ഒഴിച്ചിട്ട് ആ നെയ്യിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അത്രയ്ക്കും നെയ്യിൻ്റെ ആവശ്യം വരും. ആ നെയ്യ് ഒഴിച്ച് കുഴച്ച് ചൂടോടെയാണ് നമ്മൾ ഇത് പിടിക്കുന്നത്. ലഡു നമ്മുടെ കയ്യിലിട്ട് ഉരുട്ടാനുള്ള ഒരു പാകം വരുമല്ലോ, അതുവരയ്ക്കും നമ്മൾ ഈ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഒഴിച്ച് ചെറിയ ചൂടോടെ തന്നെ നമുക്ക് ലഡു പിടിക്കേണ്ടതാണ്. അതിനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നിങ്ങനെ പിടിച്ചു നോക്കാം.
ലഡു ഉരുട്ടാനായിട്ട് സാധിക്കണില്ല. ഞാൻ അതിലേക്ക് കുറച്ചും കൂടി നെയ്യ് ആഡ് ചെയ്ത് നോക്കുകയാണ്. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഉരുട്ടി മാറ്റി വയ്ക്കാം. ഞാനിതിലേക്ക് നെയ്യെല്ലാം ഒഴിച്ചു. ഇപ്പോൾ എനിക്ക് കറക്റ്റായിട്ടുണ്ട്. ഇത് ഉരുട്ടി വയ്ക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ഉരുട്ടി കറക്റ്റാക്കി വയ്ക്കാൻ സാധിക്കും. ചെറിയ ചൂട് ഉണ്ടാവണം, എങ്കിലാണ് നമുക്കിത് ഉരുട്ടാൻ പറ്റുള്ളൂ. ഇതേപോലെ നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. അതിനായിട്ട് നമുക്ക് കയ്യിൽ ഇനിയിപ്പോൾ ഈ സമയത്ത് ഇതിൽ മധുരം കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാര കുറച്ചുകൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ആക്കാവുന്നതാണ്. മധുരം കറക്റ്റാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യണ്ട. ഇനി ഇത് ഉരുട്ടാനായിട്ട് ഒന്നെങ്കിൽ കയ്യിൽ നമ്മൾ പച്ചവെള്ളമോ അല്ലെങ്കിൽ സ്വല്പം നെയ്യോ തടവിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. നെയ്യ് ഇതിൽ ആവശ്യത്തിന് ചേർത്തതുകൊണ്ട് ഞാൻ കയ്യിൽ പച്ചവെള്ളമാണ് ആക്കിയിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഇതൊക്കെ ഉരുട്ടി വയ്ക്കുകയാണ്. അങ്ങനെ എല്ലാ ലഡു ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കുക, അതുപോലെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. മറ്റ് ബൂന്തി ലഡു പോലെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, എങ്കിലും അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റാണ് ഇതിന്. അങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ഐഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.